ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. നമ്മുടെ മലയാളികൾക്ക് പുട്ട് എന്ന് പറയുന്നത് വെറും ഒരു ഭക്ഷണമല്ല, അതൊരു വികാരമാണല്ലേ. കാരണം ഏത് സമയത്തും നമുക്ക് പുട്ടെങ്കിൽ നമ്മൾ സെറ്റാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുട്ടുണ്ടല്ലോ ഒരു വെറൈറ്റിയാണ് പൈനാപ്പിൾ പുട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇത്ര നാൾ കുക്കിംഗ് ചാനൽസ് വീഡിയോസാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഡെയിലി വ്ളോഗ്സ് ചെയ്താലോ എന്നൊരു ആലോചന ഇല്ലായില്ല. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ വീഡിയോസ് ഇന്ന് റെഗുലറായിട്ട് വ്ളോഗ്സ് ആയിട്ട് വരുന്നത് ഒരു ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾ എനിക്ക് തന്നാൽ ഡെഫിനറ്റ്ലി എനിക്ക് ധൈര്യമായിട്ട് ഇതിൽ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞ് മിക്സി ജാറിലിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് മഷി പോലെ നമുക്കിത് അരച്ചെടുക്കാം. അത്ര തന്നെ ഞാൻ ആ മഞ്ഞ കളർ കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടി ചേർക്കുന്നുള്ളൂ. ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മഞ്ഞപ്പൊടി ചേർത്താൽ മതി. പിന്നെ നമ്മളുടെ സാധാരണ പുട്ടുപൊടി, അതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ച പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ഇട്ട്, ഇത് സാധാരണ പുട്ട് നോർമലായിട്ട് ഇപ്പം തന്നെ നല്ല ഒരു പൈനാപ്പിളും ആ അരിപ്പൊടിയും ചേർന്നിട്ടുള്ളൊരു മണം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പുട്ടുകുറ്റിയിൽ സാധാരണ തേങ്ങയും ഇതൊക്കെ ഇട്ടിട്ട് തന്നെ ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിക്കുമ്പം അടിപൊളി പൈനാപ്പിൾ പുട്ട് തയ്യാറാണ്. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും പപ്പടം കൂട്ടിയാൽ കഴിച്ച, കടലക്കറി കൂട്ടി കഴിച്ചപ്പോൾ വലിയ സുഖം എനിക്ക് തോന്നിയില്ല. മൈൻഡ് ബി ചിക്കൻ്റെ കൂടെയൊക്കെ നന്നായിട്ടുണ്ടാവാം, പക്ഷേ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി ഒരു ലേശം പഞ്ചസാര അല്ലെങ്കിൽ പപ്പടം കൂട്ടിയൊക്കെ കൊടുത്താൽ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ വ്ളോഗിൻ്റെ കാര്യം മറക്കരുതേ, അഭിപ്രായങ്ങൾ പറയണേ. ലവ് യു ഓൾ, ബൈ.